സമരമെല്ലാം ഗംഭീരമായി നടത്തുമെന്ന് സുരേഷ് ഗോപി. വെടിക്കെട്ട് വിവാദമെല്ലാം തരികിട പരിപാടിയെന്ന് അദ്ദേഹം പറഞ്ഞു. വെടിക്കെട്ട് അപകടങ്ങൾ പരിഗണിച്ചാണ് കേന്ദ്രം നിയമം മാറ്റുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഗംഭീരമായിട്ട് നടക്കും, നിങ്ങൾ ചർച്ചയാക്കിക്കോളൂ. ഞാൻ എപ്പോഴും പറയാറില്ല, അത് എന്നെ കൊണ്ട് വീണ്ടും എന്നെ കൊണ്ട് ആ വാക്ക് ഉപയോഗിപ്പിക്കരുത്. ഗംഭീരമായിട്ട് നടക്കും. ഇതൊക്കെ അതിന് മുമ്പുള്ള ചില തരികിട പരിപാടികൾ മാത്രമാണ്, വേറൊന്നുമില്ല. രാജേഷിനെയും ഗിരീഷിനെയും കേന്ദ്രമന്ത്രിയുടെ മുമ്പിൽ കൊണ്ടുചെന്ന് ഇരുത്തി കൊടുത്തിട്ടുണ്ട്. 2 മണിക്കൂറാണ് ചർച്ച ചെയ്തത്. കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു ഫുൾ ഡേ ഓരോ വകുപ്പിനെയും വിളിച്ചിരുത്തിയാണ് ചർച്ചകൾ അവർ നടത്തിയിട്ടുള്ളത്. ഞാൻ കേരളത്തിലേക്ക് പോകുന്നു, എല്ലാ കാര്യങ്ങളും അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അവർക്ക് ഇതിനകത്ത് ഒരു കേന്ദ്ര നിയമം മാറ്റുന്നത് ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളിലെയും അപകടങ്ങൾ, നമ്മുടെ ഇവിടുത്തെ തന്നെ പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് നടന്നത്. ഇത് 2019 മുതൽ പ്രഖ്യാപിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ആ കോവിഡും കാര്യങ്ങളും എല്ലാം വന്ന് വീണ്ടും ജനനിബിഡത പല പ്രദേശങ്ങളിലും ഉത്സവങ്ങളിൽ വരുന്നു. ഇത് മാറ്റാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ഒന്ന് പുനഃക്രമീകരിക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കണ്ണൂർ കൊണ്ടുവച്ച് പൊട്ടിച്ചു കൊടുത്തത്. ഇത് നമ്മൾ ജനങ്ങളോട് ഒരു പൂരത്തെ സ്നേഹിക്കുന്ന എല്ലാവരും സ്നേഹിക്കും. പക്ഷേ അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഉത്തരവാദപ്പെട്ട ബോഡീസ്, അത് ഉദ്യോഗസ്ഥരായാലും ശരി തന്നെ, അവർക്ക് നിയമത്തിൻ്റെ രൂപത്തിൽ നിർദ്ദേശം നൽകുന്ന സർക്കാരായാലും ശരി തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ ജനങ്ങൾ ആരോടാ ഇത് ചോദിക്കുക? കോടതികൾ ആരോടാ ചോദിക്കുക? ഇങ്ങനൊരു കാര്യമുണ്ട്. നമുക്ക് വേലയ്ക്ക് പെർമിഷൻ എടുക്കുന്നതിന് ഞാനും കൂടെ അവരുടെ കൂടെ നിന്നിട്ടാ. അവരൊന്നും അത് പറയത്തില്ല, കാരണം രാഷ്ട്രീയ വളർച്ചയായി പോകുന്നു. അല്ലെങ്കിൽ ഗിരീഷും രാജേഷും പറയട്ടെ, ഹൈക്കോടതിയിൽ എന്തൊക്കെയാണ് നീക്കങ്ങൾ നടത്തിയതെന്ന്. അതിന് സുപ്രീം കോടതിയിലുള്ള വക്കീലന്മാർ എത്ര പേർക്കാണ് അതിനകത്ത് പിന്തുണ ഏകാനായിട്ട്, ടെക്നിക്കലായിട്ടുള്ള പിന്തുണ നൽകാൻ സാധിച്ചതെന്ന് അതവർ പറയട്ടെ.